എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം തകർത്ത ആ ഒരു വ്യക്തിക്ക്, ആ ഒരു തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ കർമ്മ ലഭിച്ചു തുടങ്ങിയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റി നിങ്ങളുടെ വ്യക്തിയെ കാണാമറയത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവർക്ക് ആ ഒരു ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ജീവിതം ഒരു സന്തോഷകരമായൊരു അന്തരീക്ഷത്തിലാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ടാറോ റീഡിങ്ങിനെ എപ്പോഴും ഒരു നിർദ്ദേശമായിട്ട് മാത്രം കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. എന്താണ് ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ, അതായത് നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ സംഭവിക്കുന്നത്? അവിടെ ഒരു സന്തോഷമാണോ, അല്ലെങ്കിൽ ദുഃഖമാണോ, അല്ലെങ്കിൽ വഞ്ചനയാണോ, അതോ ചതിയാണോ, എന്താണോ എന്ന് നമുക്ക് നോക്കാം. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ ഒരു സന്തോഷമാണോ ദുഃഖമാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ ആകെപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഒരു സന്തോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ വലിയൊരു ആവേശമായിരുന്നു. കാര്യം എല്ലാ വിഷലിപ്ത ബന്ധങ്ങളുടെയും തുടക്കം വളരെ ആവേശത്തോടു കൂടിയായിരിക്കും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അവിടെ ഒരു സന്തോഷവും സമാധാനമൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. അപ്പം ഈ ഒരു വ്യക്തിക്ക് അവരുടെ ഒരു പെട്ടെന്നൊരു എടുത്തുചാട്ടം മൂലം ഉണ്ടായതായിരിക്കും ഒരു തേർഡ് പാർട്ടിയോടൊപ്പം പോയി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയത്. എന്താണ്, അവരൊരു പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് നിങ്ങളോടുള്ള എന്തെങ്കിലും പെട്ടെന്നുള്ളൊരു ദേഷ്യം, ഒരു മുൻകോപത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഇപ്പോഴവർക്ക് ആ ഒരു കാര്യത്തിൽ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു മനസമാധാനം ഇല്ല എന്നാണ് ഇപ്പോൾ കാണുന്നത്. കാര്യം ഇവിടെ ഒരു 10 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. അവർക്കൊരു മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. അവരതുപോലെ തന്നെ നിങ്ങളെയും ഈ ഒരു തേർഡ് പാർട്ടിയെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് താരതമ്യം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ നിങ്ങളുടെ വില മനസ്സിലാക്കിയില്ല. പക്ഷേ ഇവർ മറ്റൊരു ബന്ധത്തിലേക്ക് പോയപ്പോഴാണ് ഇവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ആ ഒരു തേർഡ് പാർട്ടിയായിട്ട് അവർക്കൊരു മാനസികമായിട്ടൊരു അകൽച്ചയാണ് പൂർണ്ണമായിട്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ആദ്യം ഇവരോട് പറഞ്ഞിരുന്നത് ഇവരെ മാത്രമാണ് സ്നേഹിച്ചിരുന്നത്, ഇവരുമായിട്ട് മാത്രമാണ് ഒരു ബന്ധമുണ്ടായിരുന്നത്, ഇവരാണ് എല്ലാം അവരുടെ ജീവിതത്തിലെന്നൊക്കെ പറഞ്ഞാണ് വിശ്വസിപ്പിച്ചിരുന്നത്. പക്ഷേ അതൊരു കളവാണെന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് വലിയൊരു തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരൊരുപാട് അഡ്ജസ്റ്റ് ചെയ്തു ഈ ഒരു ബന്ധത്തിൽ. കാര്യം
ഇനിയും തിരികെ ചെന്ന് കഴിഞ്ഞാൽ നാണക്കേട്, ഒന്നാമത് ഒരു മാനഭയമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഇനി ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാനായിട്ടുള്ള കാരണം നിങ്ങളെക്കുറിച്ച് പലരും മോശം അവിഖ്യാതി പറഞ്ഞുണ്ടാക്കി, തേർഡ് പാർട്ടി പല വ്യക്തികളെ കൊണ്ട് പറയിപ്പിച്ചു. അതായത് നിങ്ങളെയും ഇവരെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ഒരു സാന്നിധ്യവും കാണിക്കുന്നുണ്ട് കേട്ടോ. കുടുംബവും ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയി. അതായത് ആ ഒരു തേർഡ് പാർട്ടി കൂടെ ഉണ്ടെങ്കിലും അവരുടെ കൂടെ ഒരു മറ്റൊരു വ്യക്തി ഇപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ആ ഒരു ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്. അവർ കാര്യങ്ങളെ മാറി നിന്ന് വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ 2 ഓഫ് പെൻറ്റക്കിളും ജസ്റ്റിസും ഒക്കെ വന്നതുകൊണ്ട് തന്നെ അവർ ഒരേ സമയം 2 സാഹചര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. അതൊന്ന് നിങ്ങളും ഒന്ന് ആ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ബന്ധവുമാണ്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധമുണ്ടായിരുന്ന സമയത്ത് ഈ കാണുന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ പാർട്ട്ണറാകാം, നിങ്ങളുടെ ലവറാകാം. അപ്പം നിങ്ങളുമായിട്ടൊരു ഒരുമിച്ച് ജീവിച്ചിരുന്നപ്പോൾ ഇവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടില്ല. അതുമാത്രമല്ല, നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തി. നിങ്ങളെ കുറവുകളെ ഉയർത്തിക്കാട്ടി ഉണ്ടായിരുന്ന ആ ഒരു പോസിറ്റിവിറ്റിയൊന്നും അവർ കാണാൻ ശ്രമിച്ചിട്ടേ ഇല്ല, കണ്ടിട്ടുമില്ല. കാര്യം അവരെപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്നു, നിങ്ങൾക്കൊരു വാല്യൂം തരാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്കൊരു തിരിച്ചടി കിട്ടുന്നുണ്ട്. കാര്യം അവരിപ്പോൾ ജീവിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വ്യക്തികളുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ കാണുന്ന ഒരു വ്യക്തിയല്ല ഇപ്പം. അതായത് അവർ പരിചയപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയേ അല്ല ഈ ഒരു തേർഡ് പാർട്ടി. ഇവർക്ക് പല വ്യക്തികളുമായിട്ട് തെറ്റായ ബന്ധമുണ്ട്. ഇവരുടെ സ്വഭാവം ശരിയല്ല. എല്ലാ രീതിയിലും അവരെ അടിച്ചമർത്തുന്ന ഒരു ക്യാരക്ടർ. അവരൊരുപാട് പൊരുത്തപ്പെട്ടിരുന്നു ആദ്യം. കാര്യം അവർക്ക് വലിയ തെറ്റാണ് ഈ ഒരു തേർഡ് പാർട്ടിയായിട്ടുള്ള ബന്ധമെന്ന് അവരിപ്പോഴും മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് ആ ഒരു വ്യക്തി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർക്ക് വലിയ രീതിയിലുള്ളൊരു പശ്ചാത്താപം വന്നിട്ടുണ്ട്. നിങ്ങളോട് ചെയ്തതിൽ വലിയൊരു പശ്ചാത്താപം വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, തേർഡ് പാർട്ടി ബന്ധം പൂർണ്ണമായ ഒരു തകർച്ചയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും എന്നാണ്. അതാണ് 10 ഹൗസോട് വന്നത് തന്നെ. നിങ്ങൾ കാർഡ് കണ്ടായിരുന്നു. ഞാൻ എല്ലാ കാർഡുകളും ഷഫിൾ ചെയ്ത് തന്നെയാണ് എടുത്തത്. അല്ലാതെ മുൻകൂട്ടി കാർഡുകൾ എടുത്ത് വെച്ച് റീഡ് ചെയ്യുന്ന ഒരു പരിപാടി എനിക്കില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷേ വ്യൂസിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതും എനിക്കതത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇപ്പോഴും നമുക്ക് വ്യൂസ് കുറവാണ്. അങ്ങനെ ജെന്യുവിനായിട്ട് ചെയ്യുന്നവരുടെ ചാനലിൽ വ്യൂസും ഇല്ല. ജെന്യുവിൻ അല്ലാത്ത രീതിയിൽ ചെയ്യുന്നവർക്ക് നല്ല വ്യൂസും ഉണ്ട്, ആളുകളും അവിടെ പോകും. പക്ഷേ നമ്മൾ ജെന്യുവിനായിട്ട് ഏത് കാര്യമാണെങ്കിലും സത്യസന്ധമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. മുൻകൂട്ടി കാർഡുകൾ എടുത്തു വെച്ച് അതിൻ്റെ വീഡിയോ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ചെയ്യുന്ന ഒരു രീതി ഞാൻ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നവർ ചെയ്യട്ടെ. പല മെസ്സേജുകൾ വരുന്നുണ്ട് കുറച്ചിടയായിട്ട്. വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളുടേതായ ഒരു ശൈലിയുണ്ട്, അതാണ് ഈ ഒരു ശൈലി. ആ രീതിയിലാണ് ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇപ്പം വീഡിയോയിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴൊരു മനസ്സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം മനസ്സമാധാനം വേണം അവർക്ക്. അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം. കാര്യം അവരുടെ പണവും അതുപോലെ അവരുടെ പ്രതാപവും എല്ലാം ഈ ഒരു തേർഡ് പാർട്ടി കാരണം നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ഇവരുടെ പൈസ എല്ലാം ഈ ഒരു തേർഡ് പാർട്ടി അടിച്ചെടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഭയങ്കര വികാരാധീനനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു പഴയ മെമ്മറീസൊക്കെ ഇപ്പോഴും ഒരു ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിച്ച വ്യക്തികൾ തന്നെയാണ്. പക്ഷേ ഇപ്പോഴവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ആ ഒരു വ്യക്തി കടുത്ത കുറ്റബോധത്താൽ നീറുന്നൊരവസ്ഥയിലാണ്. അവർക്കിപ്പോൾ മനസ്സമാധാനമില്ല, അവർ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാറില്ല ഈ ഒരു സമയത്ത്. തീർച്ചയായിട്ടും പല പല പ്രശ്നങ്ങൾ ഒന്നൊന്നൊഴിയാതെ പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട് അവരത് പരിഹരിച്ച് വരുമ്പം അവരുടെ മനസ്സമാധാനം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവരുടെ ആന്തരിക സമാധാനം ഇല്ല. അവർക്ക് ഒരു ഇന്നർ പീസിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്.
ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിറയെ നിങ്ങളാണ് എന്നാണ് ഇന്നത്തെ ഒരു മോർണിംഗ് പ്രഭാത റീഡിങ്ങിൽ എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് 2 ഓഫ് കപ്സ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധം ഒരു കാർമിക് സോൾമേറ്റ് കണക്ഷനാണ്. ഒരു കർമ്മ, അതായത് ഇവരെയും നിങ്ങളെയും പരസ്പരം മനസ്സിലാക്കാനാണ്, അതായത് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനാണ് ഈ ഒരു സെപ്പറേഷൻ വന്നത്. അതായത് ചില വ്യക്തികൾ നമ്മുടെ ലൈഫിൽ വരുന്നത്, ഇങ്ങനെ കാർമിക് ബന്ധങ്ങൾ ലൈഫിൽ വരുന്നത്, അതാണ് ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം വന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളെ പലതും പഠിപ്പിക്കാനാണ്. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളെ പരസ്പരം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിയാനാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നതും ഈ ഒരു കാർമിക് സിറ്റുവേഷനായുള്ള തേർഡ് പാർട്ടി വന്നു ചേർന്നതും നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെ ഒരു എനർജിയിലൂടെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഈ ഒരു വ്യക്തി ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല. ഒരുപാട് അവർ വിഷമിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ് ഈ ഒരു സമയത്ത്. ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ കുഴങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാര്യം തേർഡ് പാർട്ടി ഇവർ ഭയങ്കര കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവരുടെ ജീവന് വരെ ആപത്താണ്. കാര്യം മറ്റ് വ്യക്തികളുമായിട്ട് ഇവർക്ക് അടുപ്പമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ ട്രാപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരുടെ സാമ്പത്തികവും എല്ലാം വസ്തുവും എല്ലാം ഇവർ കൈയടക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി അതൊക്കെ ഓർത്ത് ഭയങ്കര ഭയപ്പെട്ടിരിക്കുകയാണ്. ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്ന ഒരു സിറ്റുവേഷനും കാണുന്നുണ്ട്. തീർച്ചയായും അവരാകെ വിഷമിച്ചിരിക്കുകയാണ്. അവരുടെ കൂടെ ഇപ്പോൾ ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നതെന്നാണ് കാണുന്നത്. അവരുടെ മനസ്സമാധാനം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു, ഉറക്കം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതവരെ വളരെ മാനസികമായിട്ട് അതവർക്ക് വേദന നൽകുന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭാവം ആ ഒരു വ്യക്തിയിൽ ആഴത്തിലുള്ളൊരു ആഘാതം സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ കാർഡുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ച് ക്ലാരിറ്റി കാർഡും കൂടെ എടുത്ത് നോക്കാം. ക്ലാരിറ്റി നമുക്കിതിനെ വരുത്താനായിട്ട് കുറച്ച് കാർഡുകളും കൂടെ എടുത്ത് നോക്കാം. ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായും ഫ്ലവറിങ് കാർഡാണ് വന്നത്, ബോട്ടം ഓഫ് ദ ഡെക്ക്. ഇപ്പോഴൊരു ഹീലിങ്ങിലൂടെയാണ് നടക്കുന്നത്. കാര്യം പഴയ മുറിവുകളൊക്കെ ഉണങ്ങുന്നൊരു സമയമാണ്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ, ആ ഒരു വ്യക്തിക്ക് ഒരു പരിവർത്തനം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു റീബർത്ത്, സ്പിരിച്വൽ റീബർത്ത്. അവർ സ്പിരിച്വാലിറ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു വ്യക്തി ഈ ഒരു ദൈവികപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പക്ഷേ ഈ ഒരു ബന്ധത്തിലേക്ക് പോയപ്പോൾ അവർ കംപ്ലീറ്റ്ലി ഒറ്റപ്പെട്ടതുപോലെ ഒരു അവസ്ഥ, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരവസ്ഥ. ആ ഒരു അവസ്ഥയെ മറികടക്കാൻ അവർ അതാണ് നേരത്തെ ഒരു ടെമ്പറൻസ് കാർഡ് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമോ എന്ന് എനിക്കറിയില്ല. നേരത്തെ എടുത്ത സ്പ്രെഡിൽ ഒരു ടെമ്പറൻസ് കാർഡ് വന്നായിരുന്നു. അതുതന്നെയാണ്, അവർ ദൈവവിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ട്, അവർ ആത്മീയതയെ മുറുകെ പിടിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. അപ്പോൾ ഒരു വിശ്വാസവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു നിങ്ങളോടൊപ്പം താമസിച്ചിരുന്ന സമയത്ത് ഇവർക്ക്. അതായത് ഒരു സ്പിരിച്വാലിറ്റിയിലൊന്നും ഇവർ അത്രയും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് ചിന്തിക്കുന്നുണ്ട്, അതായത് നിങ്ങളോട് ചെയ്തതിനുള്ള കർമ്മഫലമാണ് ഈ ഒരു വ്യക്തി നിലവിൽ അനുഭവിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അവരൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് ഇവരുടെ ലൈഫ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം ഇവിടെ ഒരു ആന്തരിക സംഘർഷത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഒന്ന് നിങ്ങളുടെ വ്യക്തിക്ക്, ഇതാണ് നിങ്ങളുടെ വ്യക്തികൾ, ഒന്ന് നിങ്ങളും മറ്റേ തേർഡ് പാർട്ടിയാണ്. അവർ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ കുഴങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്. രണ്ട് വ്യക്തികൾക്കിടയിൽ പെട്ടുപോയൊരവസ്ഥയാണ് കാണുന്നത്. ഒന്ന് നിങ്ങളും ഒന്ന് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അത് കുടുംബവുമാവാം കേട്ടോ, കുറേ പേർക്ക് കുടുംബവുമാവാം. പക്ഷേ ഇവിടെ കൂടുതൽ ഇന്നത്തെ ഒരു റീഡിങ്ങിൽ വന്നത് മറ്റൊരു വ്യക്തികൾ തന്നെയാണ് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഒരു എനർജിയാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിനെയും പറ്റി. അതുപോലെ തന്നെ ഇവർ മനസ്സിലാക്കുന്നുണ്ട് എല്ലാത്തിനെയും പറ്റി.
കാരണം എന്താണ് സത്യം, അതായത് യാഥാർത്ഥ്യത്തെ അവർ മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. ഒരു തീരുമാനമെടുക്കാൻ കുഴങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ സ്പ്രെഡിൽ കണ്ടത്. പക്ഷേ ഇപ്പോഴവൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എല്ലാത്തിനെയും പറ്റി. എന്താണ് തൻ്റെ മനസമാധാനക്കേടിന് കാരണം, അത് നിങ്ങളോട് ചെയ്തതിൻ്റെ കർമ്മഫലമാണ് താനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റീയൂണിയൻ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുമെന്നാണ് കാർഡുകൾ സൂചന നൽകുന്നത്. കാര്യം അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളുടെ വാല്യൂ ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. വളരെ നിങ്ങളുടെ നിങ്ങൾ എന്തായിരുന്നു, ആരായിരുന്നു അവരുടെ ജീവിതത്തിൽ എന്നുള്ളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പിക്ചർ അവർക്ക് ലഭിക്കുന്നുണ്ട്. അവർ ഒരു റീല് കാണുന്ന പോലെ, ഞാൻ പലപ്പോഴും പറയുന്ന പോലെ അവരുടെ മനസ്സിലേക്ക് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന പഴയ ഓർമ്മകളൊക്കെ കടന്നു വരുന്നൊരു സമയം കൂടാണിത്. അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം അവർ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഭയമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്യൂച്ചറിൽ തേർഡ് പാർട്ടി ബന്ധം എപ്പോഴും അവസാനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു 3 to 4 months തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് തന്നെയാണ്. ഇപ്പം നമ്മൾ ആദ്യം പ്രധാനപ്പെട്ടൊരു നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ടൊരു ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ ഇവർ ഹാപ്പിയാണോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ അവരൊട്ടും ഹാപ്പിയല്ല. ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് കാർഡുകൾ മനസ്സിലാക്കി തരുന്നത്. അവരൊട്ടും ആ ഒരു ബന്ധത്തിൽ ഹാപ്പി അല്ല എന്നാണ്. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് വരാവുന്നതാണ് നെക്സ്റ്റ് ആക്ഷൻ. ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും. വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികളുടെ കാര്യത്തിൽ കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതാണ് 4 months എന്ന് പറഞ്ഞിരുന്നത്. ചില വ്യക്തികളുടെ കാര്യത്തിൽ അതിന് നേരത്തെ വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അവർ ആ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഡിറ്റാച്ച്ഡ് ആകുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ഓർമ്മകൾ നിറയെ നിങ്ങൾ മാത്രമാണ്, അവരുടെ ഓർമ്മകളിൽ നിറയെ നിങ്ങൾ മാത്രമാണ് ഈ ഒരു സമയത്തുള്ളത്. അവർക്കൊരു വൈകാരിക തളർച്ച, ഒരു ആന്തരിക സംഘർഷമൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ പൂർണ്ണനാക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണയാക്കുന്നത് നിങ്ങളാണ് എന്നൊരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഒരു നല്ല കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സ്നേഹവും അവരുടെ കൂടെ എന്നും വേണം എന്നൊരു തിരിച്ചറിവ് അവരിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ പെർഫെക്റ്റ് പാർട്ട്ണർ നിങ്ങളാണ് എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉടലെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് നിങ്ങളിലേക്ക് ഓടിയെത്താൻ അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി ബന്ധം പൂർണ്ണമായി അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വന്നു ചേരാനാണ് അവർ ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നത് എന്നാണ് റീഡിങ്ങിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്ക് നിങ്ങൾക്കുള്ളൊരു ക്ലൂസും കൂടെ എടുക്കാം. എപ്പോഴാണ് ഈ ഒരു വ്യക്തിയുടെ കോൾ അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഇൻ 14 days എന്ന് പറഞ്ഞു. ചില വ്യക്തികൾക്ക് 14 ദിവസത്തിനുള്ളിൽ ഇവരുടെ കോൾ അല്ലെങ്കിൽ മെസ്സേജൊക്കെ ലഭിക്കും. ചിലർക്ക് കുറച്ചും കൂടെ സാഹചര്യം നീണ്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാസ്റ്റർ ദാൻ യു ഇമാജിൻ, നിങ്ങൾ വിചാരിച്ചതിലും പെട്ടെന്ന് തന്നെ ഈ കാര്യം നടന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ബൈ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച എന്ന് പറയുന്നുണ്ട്. ഇൻ 3 hours, അതായത് ഇത് തീരുന്നതിന് മുമ്പേ നിങ്ങൾക്കൊരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഇറ്റ് ഓൾറെഡി ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇൻ ദ ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ കാർഡ് വന്നിട്ടുണ്ട്. ഇൻ 18 days എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇൻ 3 weeks. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കുള്ളൊരു റീയൂണിയൻ സാധ്യമാകുമെന്നാണ് ഡിവൈൻ ഈ ഒരു സമയത്ത് പറയുന്നത്. നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ മെസ്സേജും കൂടെ എടുക്കാം. ട്രസ്റ്റ് എന്ന് പറഞ്ഞാണ്, നിങ്ങൾ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ഒരു എസ് കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം നോ എന്നായിരിക്കാം, പക്ഷേ അത് തീർത്തും മാറ്റം വരും. ഒരു റൊമാൻസ് കാർഡും കൂടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം വീണ്ടെടുക്കുകയാണ്. ഇപ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമാണെന്നോർത്ത് അതാണ് നോ കാർഡ് വന്നത്, അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട സാഹചര്യമില്ല. ഉടൻ തന്നെ അതിനൊരു മാറ്റം വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഡിവൈനിൽ സറണ്ടർ ചെയ്യുക.
ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാം ട്രസ്റ്റ് കാർഡ് സൂചിപ്പിച്ചതാണ്, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളും ഈശ്വരനിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വരും. ഇപ്പോൾ ഒരു നോയാണെന്ന് വെച്ച് നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. ഇതിന് വളരെ പെട്ടെന്ന് തന്നെ മാറ്റം വരും. അതുപോലെ എൻ്റെ റീഡിങ് ഒക്കെ വീഡിയോസൊക്കെ കാണുക. അതുപോലെ നിങ്ങളുടെ കമൻ്റൊക്കെ ഞാൻ വായിക്കാറുണ്ട്, ഒരുപാട് സന്തോഷമൊക്കെ തോന്നാറുണ്ട്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഇൻഡെപ്ത് റീഡിംഗ് ആയിട്ടുള്ള പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് ആയിട്ടുള്ള ഒരു നമ്പർ ഞാനിവിടെ കൊടുക്കാം, വാട്സപ്പ് നമ്പർ. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. തീർച്ചയായും പച്ചയായ ഒരു റീഡിംഗ് ആണ് തീർത്തും ഞാനിവിടെ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒരു ജെന്യുവിനായിട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിലാണ് റീഡിങ് ചെയ്തു പോകുന്നത്. അത് ഏറെക്കുറെ ശരിയാവുന്നുണ്ട്. നമ്മൾ വ്യൂസിന് വേണ്ടി റീഡിങ് അങ്ങനെ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് റീഡ് ചെയ്യാറില്ല. പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. അത് നമുക്ക് റെസണേറ്റ് ആവണമെങ്കിൽ, കൂടുതൽ റെസണേറ്റ് ആവണമെങ്കിൽ വ്യക്തിഗത റീഡിംഗ് എടുത്താൽ മാത്രമേ അങ്ങനെ റെസണേറ്റ് ആവുകയുള്ളൂ. കാര്യം ഇത് പല വ്യക്തികളാണ് കാണുന്നത്. അപ്പം വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. എല്ലാവരും ഈശ്വരൻ രക്ഷിക്കട്ടെ. നന്ദി. താങ്ക് യു.